ആരംഭിക്കുന്നു ലൈവ് അറ്റ് 6. നോക്കാം ആദ്യം തലക്കെട്ട്. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി നിയമനത്തിൽ വിവാദം. ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന രത്തൻ ഖേൽക്കറെ സെക്രട്ടറിയാക്കിയത് ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണയെന്ന് CPM. തെരഞ്ഞെടുപ്പിൽ കമ്മീഷൻ പക്ഷപാതപരമായി നിലപാടെടുത്തെന്നും ആക്ഷേപം. സെക്രട്ടറി ആരാകണമെന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയെന്ന് രമേശ് ചെന്നിത്തല. പോലീസ് സേനയിൽ സമൂല മാറ്റത്തിന് ആഭ്യന്തര വകുപ്പ്. സ്റ്റേഷനുകൾ ജനസേവാ കേന്ദ്രങ്ങളാക്കുമെന്ന് രമേശ് ചെന്നിത്തല. ലഹരി മാഫിയയെ നേരിടാൻ പ്രത്യേക പദ്ധതി. നിയമത്തെ വെല്ലുവിളിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും ആഭ്യന്തരമന്ത്രി. മന്ത്രി KM ഷാജിയെ അധിക്ഷേപിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ വകുപ്പ് തല നടപടിക്ക് ശുപാർശ ഉടൻ. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരും 3 പോലീസുകാരുമടക്കം 5 പ്രതികൾ. ആലപ്പുഴ കോടതിയിൽ റിപ്പോർട്ട് നൽകി SIT. ധീരജ് കൊലപാതക കേസിലെ 1-ാം പ്രതിയെ DCC അംഗമാക്കി കോൺഗ്രസ്. നിഖിൽ പൈലിയെ അംഗമാക്കാൻ കത്തു നൽകിയത് DCC പ്രസിഡന്റ് CP മാത്യു. നിയമനം നൽകിയത് നിഖിൽ പൈലി അടക്കം 5 പേർക്ക്. മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിൽ സോണിയാഗാന്ധിയെ സന്ദർശിച്ചു. മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ളവരുമായി ചർച്ച നടത്തി. പ്രധാനമന്ത്രിയെ കാണാൻ അടുത്തയാഴ്ച വീണ്ടും ഡൽഹിക്ക്. പാരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ നിയമ പോരാട്ടത്തിന് സർക്കാർ. തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കും. സമരം കൂടുതൽ ശക്തമാക്കി DYFI. 50 പേർക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്ന് CPM. നടൻ ടിനി ടോമിനെതിരെ തുറന്നടിച്ച് നടി അൻസിബ. എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു. ഒന്നാമത് കുറെ അവിഹിത കഥകൾ പറഞ്ഞിട്ടുണ്ട്. ജിഹാദി പരാമർശം, അദ്ദേഹത്തിന്റെ ടിനി ടോം ചേട്ടന്റെ ഡ്രൈവർ ഉൾപ്പെടെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളുടെ മകനെ ഉൾപ്പെടെ ഞാൻ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു. അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നുള്ള രാജിക്ക് കാരണം ടിനി ടോം. തനിക്കെതിരെ അവിഹിത കഥകൾ മെനഞ്ഞു, ജിഹാദി എന്നും ആക്ഷേപിച്ചു. ടിനിക്ക് സിനിമയിൽ ഗ്യാങ് ഉണ്ടെന്നും അൻസിബ. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ടിനി ടോം. ഒരാൾ പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങള് പുള്ളിക്കാരിനെ കുറിച്ച് എന്തോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നിട്ട് പറയാം, അതെ ഈ മനുഷ്യൻ എന്നെ നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടെന്ന് ഞാൻ എങ്ങനെയാണ് അലിഗേഷൻ ചെയ്യുന്നത്? അമ്മ പ്രസിഡന്റ് ശ്വേത മേനോന്റെ വാർത്താ സമ്മേളനം ഉടൻ. ആ ഭാഗ്യശാലി കൊല്ലം ശൂരനാട് സ്വദേശി. വിഷു ബെമ്പർ ഭാഗ്യം വന്നത് പൊന്നനെ തേടി. അടിച്ചിട്ടില്ല, ആദ്യമായിട്ടുള്ള ഒരു നമ്പറിനൊക്കെ പോയിട്ടുണ്ട്. ഡെയിലി ലോട്ടറി എടുക്കുന്നുണ്ട്. അച്ഛൻ റിസൾട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോ അച്ഛൻ അന്ന് രണ്ടാം സമ്മാനമായ 1 കോടി 6 പേർക്ക്. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരുന്നു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ ഖേൽക്കറെ നിയമിച്ചതിൽ വിവാദം. ചീഫ് ഇലക്ടറൽ ഓഫീസറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടിയാണെന്ന് CPM ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ എന്നതുപോലെ ഇത്തരം ഒരു നിയമനം നടത്തിയ അനുഭവം കേരളത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ UDFന് വേണ്ടി കമ്മീഷൻ പക്ഷപാതപരവും ദുരൂഹവുമായ പല നടപടികളും സ്വീകരിച്ചുവെന്ന LDF ആരോപണം ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നും CPM നേതൃത്വം ആരോപിക്കുന്നു. രത്തൻ ഖേൽക്കർ IASനെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ചതിനെ ബംഗാളിലെ സ്ഥിതിയുമായി കൂട്ടിവായിക്കരുതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രത്തൻ ഖേൽക്കർക്കെതിരെ കേരളത്തിൽ നേരത്തെ ഒരു പരാതിയും ഉയർന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആരാകണമെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകൾക്കും പുതിയ മുഖം നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 484 പോലീസ് സ്റ്റേഷനുകളിലും സമൂലമായ മാറ്റം വരുത്തും. സ്റ്റേഷനുകളിൽ എത്തുന്നവരോട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് സ്വീകരിക്കും. വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ മാറ്റും. സ്റ്റേഷനുകൾ വൃത്തിയായി സൂക്ഷിക്കാൻ നടപടിയെടുക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. എല്ലാ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകളെയും
കാര്യങ്ങളിൽ സമൂലമായ മാറ്റം വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ആര് ചെന്ന് കടന്നാലും അവർക്ക് ആദ്യം ഗുഡ് മോർണിംഗ് പറയും, നമസ്കാരം പറയും, സ്വീകരിച്ച് ഇരുത്തി അവരുടെ പരാതികൾ കേൾക്കാനുള്ള സംവിധാനമായിരിക്കും ആരംഭിക്കുന്നത്. എല്ലാ പോലീസ് സ്റ്റേഷനുകളും വൃത്തിയായി സൂക്ഷിക്കാൻ ഉള്ള നടപടികൾ ആരംഭിക്കും. വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ ഡിസ്പോസ് ചെയ്യാനുള്ള പോലീസ് ആക്ട് പ്രകാരമുള്ള നടപടികൾ DGP സ്വീകരിക്കുന്നതാണ്. ചുരുക്കത്തിൽ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകൾക്കും ഒരു പുതിയ മുഖം ഉണ്ടാകും. അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളിലും കാര്യക്ഷമമായ മാറ്റമുണ്ടാകും. മയക്കുമരുന്ന് മാഫിയകളുടെ ഉറവിടം കണ്ടെത്താനും ലഹരി മാഫിയകളുടെ വേരറക്കാനും ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ പുതിയ പദ്ധതിയും പ്രഖ്യാപിച്ചു. സ്റ്റേഷനുകളുടെ ചുമതല കൈമാറുന്നത് പഠിക്കാൻ ADGP ഹെഡ്ക്വാർട്ടേഴ്സിന്റെ നേതൃത്വത്തിൽ 5 അംഗ സംഘത്തെ ചുമതലപ്പെടുത്തും. പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്നവരെ ഗുഡ് മോർണിംഗ് ആശംസിച്ച് സ്വീകരിക്കും. സ്റ്റേഷൻ പരിസരങ്ങളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യാനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനമായി. സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തികളെ അധിക്ഷേപിക്കുന്നവർക്കെതിരെയും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിലും കർശന നടപടിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. ഇനി മുതൽ സ്റ്റേഷനിലേക്ക് SIമാരും CIമാരും DYSPമാരും ഉണ്ടാകണമെന്നൊരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. അത് പഠിക്കാൻ ADGP ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു 5 അംഗ ടീമിനെ ഇന്ന് DGP നിയോഗിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് കിട്ടിയാൽ അതിനനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാകും. നമ്മളിപ്പോൾ പുതിയ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ആ പദ്ധതി ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുകയാണ്. കേരളത്തിലെ മയക്കുമരുന്നിൻ്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ ഓപ്പറേഷൻസ് ആരംഭിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം കേരള പോലീസ് ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സഹായം ഉണ്ടാകണം. നവകേരള സദസ്സിനിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർക്കെതിരെ SIT അന്വേഷണം തുടരുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നു. അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടി ആലോചിക്കുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. അന്ന് നവകേരള യാത്രയ്ക്ക് ഇടയിലുണ്ടായ സംഭവം വളരെ നിർഭാഗ്യകരമായി. ആളുകളെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി അടിക്കുന്ന സംഭവം, അതിനെപ്പറ്റി ഒരു SIT അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച് റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വന്നാൽ അതിന് അനുസരിച്ച് എന്താ നിയമപരമായി എന്ത് ചെയ്യണമെന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും. റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വന്നാൽ കുറ്റക്കാരെ ഒരു കാരണവശാലും അവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല. ആരായാലും ഇത്തരം കുറ്റകൃത്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും അതിൻ്റെ നടപടി ഉണ്ടാകും. കോടതി പറഞ്ഞതിന് ശേഷം SIT രൂപീകരിച്ച 2 വർഷം കാത്തിരുന്നു. ക്യാബിനറ്റ് തീരുമാനിച്ചു SIT രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ. അപ്പോൾ തന്നെ DGP SIT രൂപീകരിച്ചു. ആ SIT പ്രവർത്തിക്കുകയാണ്. ആ SITയുടെ പ്രവർത്തനം നടക്കട്ടെ, റിപ്പോർട്ട് കിട്ടട്ടെ. റിപ്പോർട്ട് കിട്ടിയാൽ റിപ്പോർട്ടിൻ്റെ ബേസിസിൽ ശക്തമായ നടപടി കൈക്കൊള്ളും. അതേസമയം സംഭവത്തിൽ മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും അന്വേഷണ സംഘം ഇന്ന് മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്ന വിവരങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. ഈ വിഷയത്തിൽ SITയുടെ അന്വേഷണ റിപ്പോർട്ട് 2-3 ദിവസത്തിനുള്ളിൽ നൽകുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കുറ്റകൃത്യം ചെയ്ത ഉദ്യോഗസ്ഥർ, മുഖ്യമന്ത്രിയുടെ ഗൺമാനും അതുപോലെ തന്നെ സന്ദീപ് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി സ്വാഭാവികമായി വരും. പക്ഷേ അതിനേക്കാൾ ഗുരുതരമായ ഒരു കാര്യമാണ് ക്രൈംബ്രാഞ്ച് DYSPയുടെ റിപ്പോർട്ട്. അത് വിളിച്ചു വരുത്തി ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അത് തിരുത്താൻ നിർബന്ധിക്കുകയും അത് തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥനെതിരെ കൂടിയുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത്. കേസിലെ പ്രതികൾക്കെതിരെ വകുപ്പ് തല നടപടി ഉടൻ ഉണ്ടാവാനാണ് സാധ്യത. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരും 3 പോലീസുകാരും അടക്കം 5 പേരെ പ്രതികളാക്കി ആലപ്പുഴ കോടതിയിൽ SIT റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ മന്ത്രി KM ഷാജിയെ വർഗീയവാദിയെന്ന് അധിക്ഷേപിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനിലെ CPO സുജിത്തിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. തദ്ദേശ സ്വയംഭരണ മന്ത്രിയായി ചുമതലയേറ്റ KM ഷാജിക്കെതിരെ മന്ത്രിയായി അധികാരമേറ്റ ഉടനെയാണ്
വാട്സപ്പ് ഗ്രൂപ്പിൽ അധിക്ഷേപ പരാമർശവുമായി പോലീസ് ഉദ്യോഗസ്ഥൻ രംഗത്ത് വന്നത്. വർഗീയവാദി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള വാട്സപ്പ് സന്ദേശമാണ് വിവാദമായത്. സംസ്ഥാനത്ത് IAS ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം. കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനെ വ്യവസായ വകുപ്പ് ഡയറക്ടറാക്കി മാറ്റി. PB നൂഹാണ് പുതിയ GST കമ്മീഷണർ. കോഴിക്കോട്, പത്തനംതിട്ട, പാലക്കാട്, ആലപ്പുഴ ജില്ലാ കളക്ടർമാർക്കും മാറ്റമുണ്ട്. MS മാധവിക്കുട്ടി കോഴിക്കോട് ജില്ലാ കളക്ടർ, A നിസാമുദ്ദീൻ പത്തനംതിട്ട ജില്ലാ കളക്ടർ, K സുധീർ പാലക്കാട്, ഷാജി വി നായർ ആലപ്പുഴ ജില്ലാ കളക്ടർ, ആൻജുല തോമസ് കൊല്ലം കളക്ടർ, V വിഷ്ണുരാജ് കണ്ണൂർ കളക്ടർ എന്നിങ്ങനെയാണ് പുതിയ നിയമനങ്ങൾ. പട്ടീൽ അജിത് ഭഗവത് റാവു ധനകാര്യ സെക്രട്ടറിയാവും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിച്ച ഉത്തരവും പുറത്തുവന്നു. ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുമായും സതീശൻ കൂടിക്കാഴ്ച നടത്തി. മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി ഡൽഹിയിലെത്തിയ VD സതീശന് വലിയ സ്വീകരണമാണ് ലഭിച്ചത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രി അടുത്തയാഴ്ച വീണ്ടും ഡൽഹിയിലെത്തും. വൈകിട്ട് മുഖ്യമന്ത്രി കൊച്ചിയിലേക്ക് മടങ്ങും. അവർ അൻസിബേൻ്റെ എല്ലാം മെയിൽസ് നോക്കണ്ടായിരുന്നു. അപ്പോൾ ജാനുവരിയിൽ വേറെ ഒരു EC മെമ്പറിൻ്റെ എതിരായിട്ട് അൻസിബ ഒരു കംപ്ലയിൻറ്റ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ടിനി ടോമിൻ്റെ മുകളിലല്ല, അത് വേറെ ഒരു EC മെമ്പറിൻ്റെ മുകളിലാണ്. പക്ഷേ അന്ന് എന്നെ ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അമ്മേൻ്റെ ഒരു ഇതിലല്ല വരുന്നത്. ബിക്കോസ് ആ കംപ്ലയിൻറ്റ് വാസ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് ദം. അതൊരു പേഴ്സണൽ. ഇപ്പോൾ ഞാനിവിടുന്ന് പുറത്ത് പോയിട്ട് എൻ്റെ ഒരു EC മെമ്പറിൻ്റെ ഇടയിൽ എനിക്കൊരു പേഴ്സണലായ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് അമ്മയുടെ പ്രോബ്ലം അല്ല, അത് എൻ്റെയും ആ വ്യക്തിൻ്റെ ഇടയിലുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ആ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അത് ജാനുവരിയിൽ ആ കുട്ടി 3 കംപ്ലയിൻറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു വ്യക്തിൻ്റെ ഇതിൽ അത് അവർ കംപ്ലയിൻറ്റ് പോലീസ് സ്റ്റേഷനിൽ പോയാലും അത് അവരുടേതായ പേഴ്സണൽ രീതിയിൽ ആ കംപ്ലയിൻറ്റ് നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അന്ന് നടന്നിട്ടുണ്ട്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അൻസിബ ഒരിക്കലും അമ്മയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അല്ല. May 12th അവർ ആ കുട്ടി വന്നിട്ടില്ല. May 2nd ആ കുട്ടി വന്നത്. മാർച്ച് 2 ലാസ്റ്റ് EC മീറ്റിംഗ് മാർച്ച് 2 ആയിരുന്നു. അതിൽ നോമ്പ് നടക്കുന്ന സമയത്ത് അത്രയേ ഉള്ളൂ. എനിക്ക് അങ്ങനെയൊന്നും ആ കുട്ടി എന്നോട് പറഞ്ഞിട്ടില്ല. അതായത് അമ്മയിൽ ഇതുവരെ അത്തരത്തിൽ ടിനി ടോമിനെതിരെ ഒരു ആരോപണവും അൻസിബ ഉന്നയിച്ചിട്ടില്ല. നമ്മുടെ ഇതിൽ ഒരുപാട് എല്ലാ മീറ്റിംഗിലും ഒരുപാട് അടിപിടി നടക്കാറുണ്ട്. അതിന് ഒരു കുറവുമില്ല. ഓക്കെ, അങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് എല്ലാവരുടെയും മുകളിൽ കംപ്ലൈന്റ് ഉണ്ട്. ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഈ ഇഷ്യൂ, അതായത് ഇത്തരം കാര്യങ്ങളാണ് അവർ പറയുന്നത്. നമ്മളോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനത്തെ വാക്കുകൾ നമ്മുടെ ECയിൽ 17 ആൾക്കാരാണ് EC മെമ്പേഴ്സ്. ഒരാൾ അങ്ങനെ പറയുമ്പോൾ 16 ആൾക്കാർ അത് റിയാക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, സെക്രട്ടറിയോട് സംസാരിച്ചിരുന്നു അതാണ് ഞാൻ പറഞ്ഞത്. ജാനുവരിയിൽ എന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷെ ആ കംപ്ലൈന്റ് പോലീസ് കേസായിരുന്നു. ആ പോലീസ് കേസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ. നമ്മൾ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നതല്ലാതെ നിങ്ങളുടെ കൂടെ വേറെ ഒരു വ്യക്തിന്റെ കൂടെയുള്ള ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അതെല്ലാം അമ്മ പരിഗണിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇത് വെൽഫെയർ ഓർഗനൈസേഷൻ അല്ല, ഇതൊരു ചാരിറ്റി ഓർഗനൈസേഷനാണ്. ഇതിന് നമുക്ക് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കംപ്ലയിൻസ് ഒന്നും പരിഗണിക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മളെല്ലാവരും ഇവിടെ ഒരു ചാരിറ്റി ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് ഒരു എന്താ പറയുക വർക്ക് ചെയ്യാണ്. രണ്ടുപേരും EC മെമ്പർമാരാണ്. അപ്പോൾ അവർ തമ്മിലൊരു തർക്കം അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടാകും. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ. അവർ പേഴ്സണൽ പരിഹരിക്കാം. കാരണം അവർക്ക് അമ്മേ അല്ല, നമ്മൾ അറിയുന്നത് തന്നെ ജാനുവരിയിലാണ്. ഇത് ഡിസംബർ സ്റ്റാർട്ടിങ്ങിൽ അവർ പോലീസ് കേസ് കൊടുത്തതാണ്. അത് നമ്മൾ ഇന്നാണ് അറിയുന്നത് നിങ്ങൾ വഴി. ഇല്ല, 1:30 മണിക്കാണ് നിങ്ങളുടെ പോസ്റ്റ് വന്നത്. 1:30 മണിക്കാണ് ഈ കംപ്ലൈന്റ് വന്നത്. 2 മണിക്ക് ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട് നമ്മുടെ മെയിലില് അമ്മയുടെ. അത് നമ്മളിപ്പോ നിങ്ങളെല്ലാരും ഇവിടെ ടിനിയേട്ടനോട് സംസാരിക്കുമ്പോൾ ഞാൻ മെയിലിൽ നോക്കിയപ്പോൾ
2 ഒരു മെയിൽ വന്നിട്ടുണ്ട്, 2 മണിക്ക് ഷാർപ്പ്. മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് അമ്മയുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. യെസ്, അത് 2 മണിക്ക്. അതിനുശേഷമാണ് ഈ മെയിൽ വരുന്നത്. യെസ്, 2 മണിക്കാണ് മെയിൽ വരുന്നത്. വന്നു 2 മണിക്ക്. അമ്മ എന്താണ് അത് അമ്മയുടെ ഉള്ളിലല്ലേ നടക്കുള്ളൂ. അത് നമ്മൾ മീഡിയ വെരി സാഡ് തിങ് ഈസ് ഈ EC-യിൽ ഇരിക്കുന്ന മെമ്പേഴ്സാണ് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവർക്ക് നമ്മുടെ ബയലോന്റെ എല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാം. ദാറ്റ് അമ്മേന്റെ ഓരോ കാര്യങ്ങളും അമ്മേന്റെ ഉള്ളിലേ ചർച്ച നടക്കുള്ളൂ. അപ്പോൾ ഈ മീഡിയയിൽ പറഞ്ഞിട്ട് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് തന്നെ അവരെല്ലാവരും കാരണമാണ്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് നത്തിങ് ടു ഡു വിത്ത് മീഡിയ. ഒഫീഷ്യലായിട്ട് കാര്യം അറിയിച്ചാണ് അൻസിബ രാജിവെച്ചത്, വ്യക്തിപരമായ കാരണങ്ങളും മറ്റു തിരക്കുകളും. ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്ന എന്തെങ്കിലും ഒരു നേരത്തെ പറഞ്ഞല്ലോ, ഇന്നൊരു പരിപാടി പ്രധാനമായും അമ്മയുടെ നടക്കുന്നു, ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ സൈമൾട്ടേനിയസ്ലി ആയിട്ട് ഒരു ആരോപണം വരുന്നു എന്ന് പറഞ്ഞല്ലോ, അതിലെന്തെങ്കിലും സംശയിക്കുന്നുണ്ടോ? സംശയമുണ്ട്. നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ ഉത്തരം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ ചിരിയിലും ഉണ്ട്. എന്താണ് അമ്മ സംശയിക്കുന്നത്? അല്ല, അത് ഭയങ്കര ടൈമിംഗ് ആയിപ്പോയി. അതൊക്കെ ഞാൻ വാക്കുകളൊന്നും യൂസ് ചെയ്യാറില്ല. മെയ് 12 തന്ന അക്സെപ്റ്റ് ചെയ്ത ഒരു റെസിഗ്നേഷൻ ഇന്നെന്ത് ദിവസമാണ്? മെയ് 23. അപ്പോ വൈ നോട്ട് ബിഫോർ ദിസ്? വൈ ഓൺലി ടുഡേ? I mean, I'm feeling bad because ആ കുട്ടി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആൻഡ് എ വെരി ഗുഡ് EC മെമ്പർ ആണ്. നല്ല ഹാർഡ് വർക്കിംഗ് കുട്ടിയാണ്. ആൻഡ് ഇറ്റ്സ് വെരി സാഡ് ദാറ്റ് ഐ ഹാവ് ടു സേ ദിസ് ബിക്കോസ് മീഡിയ വഴി ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ മീഡിയയിൽ ഇതിന്റെ ഉത്തരം തരികയാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പം ജനറൽ സെക്രട്ടറിക്കെതിരെ ഇത്തരത്തിലൊരു പരാതിയും കാര്യങ്ങളും ഉള്ള ആളുകൾ തന്നെ പറയുന്നു. അതിനുശേഷം ഇങ്ങനെ ഒരു കാര്യം വരുന്നു. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയോ കാര്യങ്ങളോ ഈ അടുത്ത കാലത്തെ ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട്. എന്തെങ്കിലും പരാതി വന്നിട്ടുണ്ടെങ്കിൽ അത് അമ്മേന്റെ ഉള്ളിൽ നമ്മൾ ചർച്ചയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരുപാട് സൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് കുറെ കാര്യങ്ങൾ ഇനിയും ചർച്ചകൾ ബാക്കിയുണ്ട്. ഈ അൻസിബ പറഞ്ഞൊരു കാര്യങ്ങളൊന്ന്, അതായത് ഈ പല കാര്യങ്ങളും ഈ സിംബറായിട്ടുള്ള ഈന കുറുപ്പ് തന്നോട് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് അൻസിബ പറഞ്ഞിട്ടുള്ളത്. അപ്പോ അത് വഴിയാണ് താൻ അറിഞ്ഞത് എന്നുള്ളതാണ്. ആ സമയം അത് കേട്ടപ്പോൾ ഭയങ്കര അതാ ഞാൻ ചോദിക്കുന്നത്. 17 ആൾക്കാരിൽ ഒരാൾ കേട്ടു. ഓക്കെ, സോ വൈ നോട്ട് ദി അതർ 15 ആൾക്കാരും? അൻസിബയും കേട്ടിട്ടില്ല. അൻസിബന്റെ സ്വന്തം, നിങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞത്, അൻസിബ കേൾക്കാത്ത വാക്കുകളാണ് അൻസിബയോട് പറഞ്ഞത്. സോ വൈ? നമ്മൾ ഇന്ന് ക്യാമ്പിലായിരുന്നു. അതിന്റെ ഇടയിൽ എവിടുന്നാണ് ഞാൻ ഇത് ഇരുന്നത്? ഞാനിപ്പോ എന്താ പറയാ, ക്യാമ്പ് കഴിഞ്ഞപ്പോ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ ഇതൊക്കെ ഇപ്പൊ ഈ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന വാർത്തയോട് ചേർത്ത് വെക്കുന്ന അല്ലെങ്കിൽ ഇവർ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ മെയിലും വന്നിരിക്കുന്നത്? യെസ്. അപ്പൊ അതിൽ ലക്ഷ്മി പ്രിയന്റെ കാര്യമുണ്ട്, ടിനി ടോമിന്റെ കാര്യമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പരിശോധിക്കുമോ ആ ഒരു പരാതി? ഓഫ് കോഴ്സ്, വൈ നോട്ട്? ഈ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് മതസ്ഥാപനങ്ങളുടെ സ്പോൺസർഷിപ്പ് വാങ്ങരുത് എന്നൊരു അഭിപ്രായം അൻസിബ ഈ കമ്മിറ്റിയിൽ ഉന്നയിച്ചിരുന്നു. യെസ്, അത് അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു ചാരിറ്റി ഓർഗനൈസേഷനാണ്. നമുക്ക് എവിടുന്ന് വേണമെങ്കിൽ ചാരിറ്റി, ഏത് ഓർഗനൈസേഷൻ, ഏത് മതപരമായ സ്ഥാപനത്തിന്റെ അടുത്തുനിന്ന് നമുക്ക് ചാരിറ്റി എടുക്കാം, ലീഗലി വിത്ത് അവർ എന്താ പറയുക, നമ്മളുടെ ലോയേഴ്സ്, അഡ്വക്കേറ്റ്സ് എല്ലാവരോടും ചോദിച്ചിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ. നമ്മൾ ഒരു കാര്യം ഇവിടെ ലീഗലി ഇല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. ശ്വേത മേനോനാണ് സംസാരിച്ചത്. അമ്മ അധ്യക്ഷയാണ് സംസാരിച്ചത്. ഇപ്പോഴത്തെ ആരോപണങ്ങൾക്ക് പിന്നിൽ ഒരു ഗൂഢാലോചന സംശയിക്കുന്നു എന്നതാണ് ശ്വേത മേനോന്റെ വാക്കുകൾ. ടിനി ടോമിനെതിരെ ഗുരുതര ആരോപണമാണ് നേരത്തെ അൻസിബ ഉന്നയിച്ചത്. തന്നെക്കുറിച്ച് മോശം കഥകൾ പ്രചരിപ്പിക്കുന്നു. കമ്മിറ്റിയിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞതിനെ തുടർന്ന് വ്യക്തിവൈരാഗ്യം തീർക്കുകയാണ്, അവിഹിത കഥകൾ പ്രചരിപ്പിക്കുകയാണ്, മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കുന്നു എന്നുവരെ പ്രചരണം നടത്തി. തന്നെ ജിഹാദി എന്നുവരെ അധിക്ഷേപിച്ചുവെന്നും അൻസിബ ആരോപിക്കുന്നു. ഞാൻ കേട്ടതാണ്, എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു. ഒന്നാമത് കുറെ അവിഹിത കഥകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജിഹാദി പരാമർശം, അദ്ദേഹത്തിന്റെ ടിനി ടോം ചേട്ടന്റെ ഡ്രൈവർ ഉൾപ്പെടെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളുടെ മകനെ ഉൾപ്പെടെ ഞാൻ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു, അങ്ങനെ അവരെയൊക്കെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ അത് മറ്റ് മെമ്പേഴ്സിന്റെ മുന്നിലും ഒക്കെ വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ അത് നീന കുറുപ്പേച്ചി, നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർ തന്നെയാണ്, നീന ചേച്ചിയാണ് എന്നോടത് പറഞ്ഞു തന്നത്. അപ്പൊ എനിക്കത് ഭയങ്കര, എനിക്കിപ്പോഴും അറിയില്ല എന്താ പറയണ്ടതെന്ന്. നമ്മളെ കൂടെയൊക്കെ ഉള്ള ആൾക്കാര് നമ്മൾ അങ്ങനെയായിരുന്നു കണ്ടിരുന്നതെന്ന് ചിന്തിച്ചു പോവല്ലോ.
അൻസിബ സഹോദരിയെ പോലെയെന്നായിരുന്നു ടിനി ടോമിന് ഇത് സംബന്ധിച്ച പ്രതികരണം. പ്രവർത്തിക്കുന്നവരെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത്. ഇപ്പോൾ നടക്കുന്നത് പരദൂഷണമാണ്. ഒരിടത്തും മതവുമായി ബന്ധപ്പെടുത്തി താൻ സംസാരിക്കാറില്ലെന്നും ടിനി ടോം പറഞ്ഞു. ഞാനിപ്പോൾ അമ്മയിൽ 10 വർഷമായി എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട്. ഈ ബിൽഡിംഗ് പണിയുന്നത് മുതൽ കൂടെ നിൽക്കുന്നതാണ്. ഇതുവരെയായിട്ടും എൻ്റെ പേരിൽ ഒരു ആരോപണമോ ഒരു മെമ്പറോ ആരോപിച്ചിട്ടില്ല. ഇതുവരെയായിട്ടും എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഏതെങ്കിലും നമ്മുടെ ഇവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സിനോട് ചോദിക്കരുത്, സാധാരണ മെമ്പേഴ്സിനോട് ഇവിടുത്തെ ഇൻഫോർമേഷൻസ് കൊടുക്കുന്നതല്ലാതെ ഒരു മോശമായ മെസ്സേജോ ഒരു മോശമായിട്ടുള്ള പ്രവർത്തനം എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല. ഇപ്പം സ്റ്റേജ് ഷോസ് നടക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവും. അത് ഞാൻ സ്റ്റേജ് ഇവൻറ്റ്സ് നോക്കുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചീത്ത വിളിക്കുന്നതല്ലാതെ അല്ലാതെ പേഴ്സണൽ വിളിച്ചിരിക്കുന്നതല്ല. പിന്നെ ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടു എന്ന് വേറെ ആൾ പറഞ്ഞു കൊടുക്കുന്നു. ഞാനിങ്ങനെ വിളിച്ചിട്ടില്ല. എനിക്കെങ്ങനെയാണ് ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ ജിഹാദി, എൻ്റെ കൂട്ടുകാർ മൊത്തം മുസൽമാന്മാരാണ്. ഇപ്പോൾ ഇവിടെ വരുന്നവരെല്ലാം എൻ്റെ അടുത്തുള്ള കറുകപ്പള്ളിയിൽ എൻ്റെ സുഹൃത്തുക്കളാണ്. ധീരജ് വധക്കേസ് പ്രതി നിഖിൽ പൈലിയെ DCC അംഗമാക്കാൻ നീക്കം. DCC പ്രസിഡന്റ് CP മാത്യു ആണ് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയത്. നിഖിൽ പൈലി അടക്കം 5 പേരെ ഇടുക്കി DCC അംഗങ്ങളായി നാമനിർദ്ദേശം ചെയ്യുന്നുവെന്നാണ് ഈ കത്തിൽ പറയുന്നത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഇടം പിടിക്കാൻ മുസ്ലിം ലീഗിൽ കടുത്ത മത്സരം. 5 മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലേക്കായി 80-ലധികം പേരെയാണ് പാർട്ടി നിർദ്ദേശത്താൽ നിയോഗിക്കുക. എന്നാൽ 1000-ഓളം പേരാണ് ഇതിനകം തന്നെ ഈ പട്ടികയിൽ നേടാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PMA സലാം എന്നിവരാണ് സ്റ്റാഫ് പട്ടികയിലേക്കുള്ളവരുടെ അന്തിമ പട്ടിക നിശ്ചയിക്കുന്നത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ നിയമനമാണ് മുസ്ലിം ലീഗിന് മുമ്പിൽ ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. മന്ത്രിക്ക് 27 പേഴ്സണൽ സ്റ്റാഫിനെ വരെ വയ്ക്കാമെന്നാണ് കണക്കെങ്കിലും അതിൽ 16ഓളം പേരെ മാത്രമേ ആ പാർട്ടിക്ക് നിർദ്ദേശിക്കാനാകൂ. ഈ 16 പേരുടെ കണക്ക് നോക്കുമ്പോൾ തന്നെ പരമാവധി 80 പേരെയാണ് പാർട്ടിക്ക് നിയമിക്കാൻ കഴിയുക 5 മന്ത്രിമാരുടെ കണക്കിൽ നോക്കുമ്പോൾ. പക്ഷേ അവിടേക്ക് തന്നെ 1000-ഓളം പേരുടെ പട്ടികയാണ്, 1000-ഓളം പേരുടെ പേരടങ്ങിയ പട്ടികയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് മുമ്പിലെത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഒരു പഞ്ചായത്തിൽ നിന്ന് മിനിമം 3 പേരുടെ പേര് വെച്ച് പട്ടിക തയ്യാറാക്കി അത് മണ്ഡലം കമ്മിറ്റിക്ക് നൽകുന്നു. മണ്ഡലം കമ്മിറ്റി അത് ജില്ലാ കമ്മിറ്റിക്കും, ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് നൽകുന്നു. അങ്ങനെ ഏറ്റവും അവസാനം പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങളും അതുപോലെ PMA സലാമും ചേർന്നുള്ള കമ്മിറ്റിയാണ് ഇതിൽ നിന്ന് ആളുകളെ നിയമിക്കാനുള്ളത്. ഈ പട്ടികയിൽ തന്നെ പാർട്ടിയുടെ താഴെത്തട്ടുള്ള പ്രവർത്തകരുണ്ട്, കാലങ്ങളായി പ്രവർത്തിക്കുന്നവരുണ്ട്. അങ്ങനെ പല കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണുള്ളത്. അതിൽ തന്നെ ക്രമനമ്പറിൽ പല നിയോജക മണ്ഡലങ്ങളും പ്രയോറിറ്റി കണക്കിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ എന്താണെങ്കിലും ഇത്രയും അധികം പേരെ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന ചോദ്യമാണ് പാർട്ടിക്ക് മുമ്പിൽ തലവേദനയായിട്ട് വരുന്നത്. നേരത്തെ സ്ഥാനാർത്ഥി നിർണയത്തിലും അതിനുശേഷം മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിലൊക്കെ പാണക്കാട് കുടുംബത്തിൻ്റെ, പാണക്കാട് നേതൃത്വത്തിൻ്റെ തീരുമാനമായിരുന്നു അന്തിമമായിരുന്നത്. ഇവിടെയും അതുപോലെ തന്നെ ആകും എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കാരണം ഒരു ജംബോ പട്ടികയിൽ നിന്നും ആളുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അതിൻ്റെ മാനദണ്ഡം എന്താകും എന്നുള്ളതെല്ലാം തന്നെ വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഒഴിവാക്കിയതിനെ തുടർന്ന് വിമർശനങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പാണക്കാട് കുടുംബത്തിൻ്റെ തീരുമാനവും മന്ത്രിമാരുടെ അഭിപ്രായമാകും ഇതിൽ നിർണായകമാകുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. എന്നാണെങ്കിൽ ഏറെ വൈകാതെ ഈ ഒരു പട്ടിക പുറത്തുവിടാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അതിൽ ആരെ ഒഴിവാക്കുന്നതിന് മാനദണ്ഡം എന്താകുമെന്നുള്ളതാണ് ഈ പ്രധാനമായിട്ടും അറിയേണ്ടതുള്ളത്. ഓരോ സ്റ്റാഫിൻ്റെയും പൂർവ്വകാല ചരിത്രവും പാർട്ടിയുടെ ബന്ധവും പ്രവർത്തന മികവും അവരുടെ സ്വഭാവവുമെല്ലാം ഈ ഒരു നിയമനത്തിന് മാനദണ്ഡമാക്കുമെന്ന് തന്നെയാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. എന്നാണെങ്കിലും ജംബോ പട്ടികയിൽ നിന്നും ആളുകളെ തിരഞ്ഞെടുക്കുക എന്നത് വലിയ ഒരു വെല്ലുവിളിയായിട്ട് തന്നെ ലീഗിന് മുമ്പിൽ നിൽക്കുകയാണ്. ആളുകളെ ഉൾപ്പെടുത്തുന്നതിലും ഒഴിവാക്കുന്നതിലും വലിയ വിമർശനങ്ങൾ ഉയരാൻ സാധ്യതയുണ്ടെന്നിരിക്കെ ലീഗ് നേതൃത്വം വലിയ ജാഗ്രതയോടെ തന്നെയാണ് ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത്. മലപ്പുറത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18. സംസ്ഥാനത്ത് പവർ കട്ടില്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നുമാണ് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പ്രതികരണം. അറ്റകുറ്റപ്പണി നടക്കുന്നത് കൊണ്ടാണ് പവർ ഫെയിലിയർ ഉണ്ടാകുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രാധാന്യം നൽകി തന്നെയാണ് KSEB മുന്നോട്ട് പോവുക. കുറച്ച് ദിവസം കൂടി പ്രയാസമുണ്ടാകും. KPCC അധ്യക്ഷൻ സ്ഥാനം മാറുമോ എന്നതിൽ ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടതെന്നും സണ്ണി ജോസഫ്. നിയമസഭ കഴിഞ്ഞിട്ട് വൈദ്യുതി വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചിരുന്നു. അവർ നേരത്തെ ഒരു പത്രക്കുറിപ്പ് കൊടുത്തിരുന്നു. നമ്മളുടെ ചില ലൈനുകളിൽ ഗുരുതരമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ റിപ്പയർ വർക്ക് നടക്കുകയാണ്. ആ റിപ്പയർ വർക്കിൻ്റെ ഭാഗമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു വാർത്താക്കുറിപ്പ് കൊടുത്തിരുന്നു. ആ തടസ്സങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് ദിവസം കൂടി ആ ഒരു പ്രയാസം ഉണ്ടാകും. അതിനോട് ആളുകൾ സഹകരിക്കും. എത്രയും
വേഗത്തിൽ ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. ജനപക്ഷത്ത് നിന്ന് കൈകാര്യം ചെയ്യാം. കേരളത്തിൻ്റെ വികസനത്തെ പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട് തന്നെ വികസനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ചാണ് പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, തീരുമാനിക്കേണ്ടത്. രണ്ടും കൂടെ ഒരാൾ ചുമതല വഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ വരുന്നതാണ് കൂടുതൽ നല്ലത്. പാർട്ടി നേതൃത്വം ഉചിതമായ ചർച്ചകൾ നടത്തിയ നല്ല ചോദിച്ചോ. വിഷു ബമ്പർ ലോട്ടറി വിജയെ കണ്ടെത്തി. ഭാഗ്യശാലികൾ ശൂരനാട് ആനയടി സ്വദേശി പൊന്നനാണ് സമ്മാനം ലഭിച്ചത്. ലോട്ടറി കച്ചവടം നടത്തി കഴിയുന്ന കുടുംബമാണ് പൊന്നൻ്റേത്. കരുനാഗപ്പള്ളിയിലെ ലോട്ടറി ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് ഭാഗ്യം തേടി. അടിച്ചിട്ടില്ല, അപ്പൊ ആദ്യമായിട്ടുള്ള ഒരു നമ്പറിനൊക്കെ പോയിട്ടുണ്ട്. അച്ഛൻ ലോട്ടറി റിസൾട്ട് നോക്കിക്കൊണ്ട് ഡെയിലി ലോട്ടറി എടുക്കുന്നുണ്ട്. അച്ഛൻ റിസൾട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോ അച്ഛൻ അന്ന് എല്ലാം കൂടെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അന്നേരം ഇത് നമസ്തേ തന്നെ അവര് വന്നത്. സന്തോഷം. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി സബ് ഓഫീസ് ഏജന്റ് ഡി അനിലാണ് ഒന്നാം സമ്മാനത്തിനർഹമായ ടിക്കറ്റ് വിറ്റത്. ഇതേ നമ്പർ വരുന്ന മറ്റ് 5 പരമ്പരകർക്കു കൂടി 1 ലക്ഷം രൂപ വീതം സമാശ്വാസ സമ്മാനം ലഭിക്കും. ഇത്തവണ വിഷു ബമ്പർ ടിക്കറ്റുകൾക്ക് റെക്കോർഡ് വിൽപ്പനയാണ് നടന്നത്. അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റുപോയി. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്. 11,58,480 എണ്ണം ടിക്കറ്റുകൾ ഇവിടെ വിറ്റുപോയി. തൃശ്ശൂരിൽ 5,10,820, തിരുവനന്തപുരത്ത് 4,21,380 എന്നിങ്ങനെയാണ് തൊട്ടടുത്ത നടന്ന ഉയർന്ന വിൽപ്പനകൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.